വെള്ളക്കടല കൊണ്ട് എളുപ്പത്തിലൊരു മസാല ഉണ്ടാക്കാം, ചന മസാല. ഇത് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും കുട്ടികൾക്ക് ലഞ്ചിന് കൊടുത്തുവിടാനൊക്കെ പറ്റുന്നതാണ്. ഇതിനായി 1 കപ്പ് വെള്ളക്കടല ഓവർനൈറ്റ് കുതിർത്ത് വെക്കണം. 6-7 മണിക്കൂർ ഇത് കുതിരണം. വൈകിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ രാവിലെ വെള്ളത്തിൽ കുതിരാൻ വെച്ചാൽ മതി. അതിനുശേഷം 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് 1/4 കപ്പ് ഉപ്പും ചേർത്ത് 4 വിസിൽ വരുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. കടല വെന്ത് വരുന്ന സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് 3 തക്കാളി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ 2 മിനിറ്റ് തിളപ്പിച്ചെടുക്കാം. ഇതിൻ്റെ തൊലി മാറ്റാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ടൊമാറ്റോ വലുതാണെങ്കിൽ 2 എണ്ണം മതിയാകും. തൊലി ഇതേപോലെ വിട്ട് വരുന്നത് കാണുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. അതിനുശേഷം ഇതിൻ്റെ തൊലി മാറ്റിയതിന് ശേഷം മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. കസൂരി മേത്തി, ഉലുവയില ഉണക്കിയത്, ഇതെല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടും. ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. നോൺ സ്റ്റിക്ക് പാനോ ഇരുമ്പ് ചീൻചട്ടിയോ ഉപയോഗിക്കാം. 2-3 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് റോസ്റ്റായി കിട്ടും. അതിനുശേഷം കൈകൊണ്ട് നന്നായിട്ട് പൊടിച്ച് മാറ്റി വയ്ക്കാം. കസൂരി മേത്തി 1 ടേബിൾ സ്പൂണാണ് എടുത്തത്. ഇത് റോസ്റ്റ് ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിലിടണം, അല്ലെങ്കിൽ നന്നായിട്ട് കരിഞ്ഞു പോകും. അപ്പോൾ പിന്നെ നമ്മൾ പൊടിച്ച് ആ ഒരു മസാലയെ ചേർക്കുമ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റ് വരില്ല. അതേ പാനിൽ തന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കാം. ലോ ഫ്ലെയിമിലിടണം. കൂടുതൽ വേണമെങ്കിൽ 2-2.5 നെയ്യ് ചേർക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊട്ടിച്ചെടുക്കാം. ശേഷം 1/4 ഇഞ്ച് ഇഞ്ചി ചതച്ചതും 4-5 വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറി വരുമ്പോൾ 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് ഇളക്കാം. പച്ചമുളക് ആ നെയ്യിൽ ഒന്ന് സോട്ടായി കഴിഞ്ഞാൽ തന്നെ നമുക്ക് പൊടികൾ ചേർക്കാം. എല്ലാം ടീസ്പൂൺ അളവിലാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല എല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ലോ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം. പൊടികളുടെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ മിക്സിയിൽ അടിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു ടൊമാറ്റോ പ്യൂരിയിലെ അതിലേക്ക് ഒഴിക്കാം. ഇതേ ജാറിൽ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന വെള്ളക്കടലയിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ മാത്രം ഇട്ട് അതിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളവും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. ആ അരപ്പും മാറ്റി വെച്ചിരിക്കുന്ന ബാക്കി കടലയും കൂടെ ഇതിൽ ചേർക്കാം. ആ വെള്ളത്തോട് തന്നെ ഇതിൽ ഒഴിക്കാവുന്നതാണ്. എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് 3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ആവശ്യത്തിന് മല്ലിയിലയും നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന കസൂരി മേത്തിയുടെ പൊടിയും ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം. ടേസ്റ്റ് ഒന്ന് നോക്കി ആവശ്യമെങ്കിൽ 1/4 ടീസ്പൂൺ കൂടി ഉപ്പ് ചേർക്കാം. 1/4 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് തണിയുമ്പോൾ ഒന്നുകൂടി കുറുകും. ഈ ഒരു സ്റ്റേജിൽ വേണമെങ്കിൽ 1 ക്യൂബ് ബട്ടർ ചേർക്കാം. ഞാനിവിടെ ഒഴിവാക്കിയിട്ടുണ്ട്. മല്ലിയിലയും ലെമൺ ജ്യൂസും ചേർത്തിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. ചപ്പാത്തിക്കും അപ്പത്തിനും ബെസ്റ്റ് കോമ്പിനേഷനാണ്. എളുപ്പമല്ലേ ഉണ്ടാക്കാൻ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കൂടെ ഉണ്ടാവണേ, സപ്പോർട്ട് ചെയ്യണേ. താങ്ക്